ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചായക്കൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ചായ തിളക്കും മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അധികം താമസമൊന്നുമില്ല, ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ സ്കൂളിട്ട് വരും മുമ്പ് നമുക്ക് തന്നെ വേഗം ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 മുട്ടയുണ്ടെങ്കിൽ വേഗം തന്നെ ഉണ്ടാക്കാം. ഇതിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ടയാണ്. അതൊന്ന് ഇതിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. പൊടിയായി ഇങ്ങനെ പൊടി പോലെയായി വരണം. അതിനാണ് ഈ ഗ്രേറ്ററിൽ വെച്ച് ഇത് ചെയ്യണത്. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മുട്ട 3 ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 ബ്രെഡാണ് എടുത്തേക്കുന്നത്. പച്ച ബ്രെഡാണ്. അതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബ്രെഡ് ഒന്ന് നനച്ചെടുക്കണം. ഒന്ന് മുക്കിയിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എല്ലാ ബ്രെഡും അതുപോലെ വെള്ളത്തിൽ മുക്കിയെടുത്ത് പിന്നെ വേറൊരു പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതിലേക്ക് ഇതെല്ലാം ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഈ മുട്ട ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണേണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, നല്ല പൊടിയായി കട്ട് ചെയ്യണം. ചോപ്പറിലിട്ട് കട്ട് ചെയ്താൽ പൊടിയായി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ പൊടിയായി കട്ട് ചെയ്തത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളകാണ്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. ഞാനൊരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും പിന്നെ ചെറുതായി കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് വേപ്പില പിന്നെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, ഒരു 1/2 ടീസ്പൂണ്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടി. വേറെ എരിവൊന്നുമില്ല ഇതിൽ. കുരുമുളക് പൊടിയും പച്ചമുളകോ മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതെല്ലാം കൂടെ നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ബ്രെഡൊക്കെ കുതിർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ മിക്സ് ചെയ്ത് നല്ലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ചെറിയ ഉരുളകളായി എടുത്തിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഉന്നക്കായുടെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാകുമ്പോൾ കട്ട്ലേറ്റ് പോലെ തന്നെ ഉണ്ടാവും ഇത് ഉണ്ടാക്കി കഴിയുമ്പം. ചിക്കനൊന്നും ഇടണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അറിയില്ല. കുട്ടികളാണെങ്കിലും കട്ട്ലേറ്റാണെന്ന് ഓർത്തിട്ട് കഴിച്ചോളും. പിന്നെ അതുപോലെ എല്ലാം ഇതേപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ പിന്നെ ഷേപ്പിൽ നമ്മളിങ്ങനെ പരത്തി വയ്ക്കാം. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഒന്ന് പരത്തി എടുത്തിട്ട് ഇതാക്കിയാൽ മതി. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെയാണ്. എന്നിട്ട് അത് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കണം. ബ്രെഡ് ക്രംസിലിട്ടിട്ട് 2-3 ബ്രെഡ് എടുത്ത് പൊടിച്ചാലും മതി. എന്നിട്ട് അതിലേക്ക് ഒന്ന് മുക്കിയിട്ട് മുട്ടയിലൊന്നും പിന്നെ മുക്കേണ്ട ആവശ്യമില്ല. മുട്ടയൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ചേർത്തിട്ടുണ്ടല്ലോ. ഇനി മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. ബ്രെഡ് ക്രംസിൽ മാത്രം ഇതൊന്ന് പിന്നെ മുക്കിയെടുത്താൽ മതി. ഇതെല്ലാം നല്ലതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുത്തിട്ട് അത് മാറ്റി വയ്ക്കണം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട കൊണ്ട് ഇത്രയും പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും. അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഓയിൽ നല്ലതുപോലെ ചൂടാവുമ്പം അതിലേക്ക് ഇതിങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കണം. പൊടിഞ്ഞു പോകരുത്. പതുക്കെ ഇത് ഇട്ട് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമ്മൾ ചായ തിളക്കും മുമ്പ് തന്നെ സ്നാക്സ് റെഡിയാകും. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇനി കൊടുക്കാനൊന്നുമില്ലെന്ന് വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ വീട്ടിൽ മുട്ടയൊക്കെ മിക്ക വീടുകളിലും മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 2-3 മുട്ട എടുത്ത് 2 മുട്ടയായാലും മതി. എടുത്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം താമസം ഒന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം അധികം കൂട്ടി വെക്കണ്ട.
കുറച്ച് ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോരി എടുക്കണം. നല്ല ക്രിസ്പിയാണിത്, നല്ല ടേസ്റ്റുമാണ്. മുട്ടയായതുകൊണ്ട്, മുട്ടയാണ് ഇതെന്ന് അറിയില്ല, കഴിക്കുമ്പോൾ കട്ട്ലേറ്റ് ആണെന്ന് വിചാരിക്കുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ ഇത് കട്ട്ലേറ്റ് പോലത്തെ തന്നെ മുട്ട കട്ട്ലേറ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. മുട്ടയൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാകും. ചിക്കനൊന്നും വേണ്ട, മുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലെ കട്ട്ലേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കോരിയെടുത്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കണതാണ്. പിന്നെ ഇതിൽ പിന്നെ സോസും മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസാണ്. ഇതുപോലെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. മുട്ടയൊക്കെ ഇഷ്ടമുള്ള മക്കൾക്ക് ഇതൊക്കെ വളരെ ഇഷ്ടമാകും. വളരെ എളുപ്പത്തിൽ തന്നെ, അധികം താമസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി മതി. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.